കേരള PSCയുമായി ബന്ധപ്പെട്ട് നിയമനങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാതെ താൽക്കാലിക നിയമന അടിസ്ഥാനത്തിലാണ് ഇന്ന് PSC മുമ്പോട്ടേക്ക് പോകുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാതെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൽ മുട്ടിലിഴയുകയും മണ്ണ് വാരിത്തുന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ യുവജനതയ്ക്കൊപ്പം നിൽക്കാൻ ഇവിടെ യുവമോർച്ച മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു സംഘടനയും യുവജനതയ്ക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നീറ്റ് എക്സാമിന്റെ പേരിൽ ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയിട്ടുള്ള ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടിവിടെ നിൽക്കാത്ത കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. PSCയെ സംശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ നിയമനങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് കേരളത്തിലെ PSCയിലെ നിയമനങ്ങൾ പാർട്ടിക്കാർക്കും പാർട്ടിയുടെ കൊട്ടിപ്പിടിക്കുന്നവർക്കും ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ PSCയെ മാറാതെ കഷ്ടപ്പെട്ട് പഠിച്ച് മുമ്പോട്ടേക്ക് വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കേരള PSCയിൽ ജോലി നൽകണമെന്നാണ് യുവമോർച്ചയുടെ ആവശ്യം. റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പുറത്തേക്ക് വിടണമെന്നാണ് മറ്റൊരു ആവശ്യവും ഞങ്ങൾ പറയുന്നത്. ഇവിടെ PSCയുടെ ചെയർമാന്റെ യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അതും പാർട്ടി നിയമനങ്ങൾ മാത്രമായിട്ട് മാറുന്നു. കൃത്യമായിട്ട് PSC ബോർഡിന് മാനദണ്ഡം വയ്ക്കണമെന്നാണ് യുവമോർച്ചയുടെ മറ്റൊരു ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നത് യുവമോർച്ച മാത്രമാണ്. ഇനിയും അങ്ങോട്ടേക്ക് അവസാന നിമിഷം കേരളത്തിലെ യുവജനതയ്ക്കൊപ്പം യുവമോർച്ച ഉണ്ടാകും. കേരള PSCയെ സംശുദ്ധീകരിക്കുന്നത് വരെ യുവമോർച്ച മുമ്പോട്ടേക്ക് സമരവുമായി മുമ്പോട്ടേക്ക് ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്.